അഡ്വക്കേറ്റ് മനു, ഈ വലിയ ഫണ്ടിന്റെയൊക്കെ പിൻബലത്തിലാണല്ലോ ഇതുപോലെയുള്ള പാസ്റ്റർമാർ എല്ലാവിധ നിയമലംഘനങ്ങളും നടക്കുന്നത്. ഭൂമാഫിയയുടെ ആളായി പാസ്റ്റർ മാറുകയാണ്. പറയാൻ കൊള്ളാത്ത വിധത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ പാസ്റ്ററെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത്തരത്തിൽ പരാതികളുമുണ്ട്. ഇയാൾക്ക് എവിടെ നിന്നാണ് ഇത്ര വലിയ തോതിൽ ഈ പണം കിട്ടുന്നത് എന്നതടക്കം പരിശോധിക്കേണ്ടതല്ലേ? അപ്പോഴാണ് ഈ രാജ്യത്തെ കാർന്നു തിന്നുന്ന, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് വലിയ ഭീഷണിയാകുന്ന ഈ മതമാറ്റ ലോബിയെയൊക്കെ വൻതോതിൽ ഫണ്ട് ചെയ്യുന്ന ചില വിദേശ ഇടപാടുകളിലേക്ക് കൂടി, വിദേശ ഏജൻസികളിലേക്ക് കൂടിയുള്ള അന്വേഷണം പോകേണ്ടത്. ഇത് ഒരു ടെററിസ്റ്റ് ആക്ട് പോലെ തന്നെയുള്ള ഒരു ആക്ടാണ്. അതായത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഒരു പ്രവൃത്തിയാണ് ബിനു പാസ്റ്ററെ പോലുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബിനു പാസ്റ്റർ ഒരു 10 വർഷത്തിന് മുമ്പ് സാധാരണ, ഇപ്പൊ എന്റെയും നിങ്ങളെയൊക്കെ പോലെ സാധാരണക്കാരനായിരുന്നു. ഇപ്പോൾ കോടാനുകോടി രൂപ. ഇദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? അദ്ദേഹം വിവരിക്കുന്നത് അദ്ദേഹത്തിന്റെ സഭയിൽ വരുന്നവരൊക്കെ കൊടുക്കുന്നതാണ്. സഭയിൽ വരുന്നവരെല്ലാം സാധാരണപ്പെട്ടവരും ചില ദരിദ്രരുമാണ്. ഇത് ഇങ്ങനെ ഉണ്ടാകുന്നു? ഇതാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. ഇത് കൂടുതലൊന്നും തിരയേണ്ട ഒരു കാര്യവുമില്ല. കൂടുതൽ എങ്ങും അന്വേഷിക്കണ്ട. ഇദ്ദേഹത്തിന്റെ സോഴ്സ് ഓഫ് ഇൻകം അന്വേഷിച്ചാൽ മതി. ഇതെങ്ങനെ വരുന്നു? ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ആസ്തിയെ പറ്റി ഒന്ന് ഉപരിപ്ലവമായിട്ട് അന്വേഷിച്ചപ്പോൾ 200 കോടി രൂപയുടെ ആസ്തി പ്രത്യക്ഷമായിട്ടുണ്ട്. അത് ട്രസ്റ്റിന്റെ പേരിലൊക്കെയാണ്. വളരെ കൗശലശാലിയാണ്. സ്വന്തം പേരിലാക്കത്തില്ല, ട്രസ്റ്റിന്റെ പേരിലൊക്കെയാണ്. ട്രസ്റ്റിന് കിട്ടുന്നതാണ്. പക്ഷെ കൈകാര്യം ചെയ്യുന്ന ബിനു പാസ്റ്റർ തന്നെയാണ്. ഇത് കിട്ടാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആൾക്കാരെ കൂട്ടി പ്രാർത്ഥനയും കൂടോത്രം മാറ്റുക, കൈവശം മാറ്റുക, ഇങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത്. വേറെ കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സാംസ്കാരിക നായകൻ, ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ? അവിടെ എല്ലാം ബിനു പാസ്റ്ററിന്റെ കരങ്ങൾ എത്തിയിട്ടുണ്ട്, പണം എത്തിയിട്ടുണ്ട്. അതാണ് ദയനീയം. പോലീസ് ആരെയാണ് വേട്ടയാടുന്നത്? പോലീസ് വേട്ടയാടുന്നത് ബിനു പാസ്റ്ററിനെതിരെ പ്രതിഷേധിച്ചവരാണ് വേട്ടയാടുന്നത്. അതായത് സാധാരണ ജനപ്രതിനിധികള്, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർമാർക്ക് ഒക്കെ എതിരെ, അല്ലെങ്കിൽ രേഖയുടെ കൂട്ട് എതിരെ പറഞ്ഞവർക്ക് എതിരെ. എനിക്കെതിരെ ഇതുവരെ വന്നിട്ടില്ല, വരുമായിരിക്കാം. എന്നാലും ഈ ബിനു പാസ്റ്ററിന്റെ സോഴ്സ് ഓഫ് ഇൻകം അന്വേഷിക്കുന്നത് വളരെ അനിവാര്യമാണ്. അതിനെതിരെ ഏതൊക്കെ ഏജൻസിക്ക് പരാതി കൊടുക്കണം, എല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇയാൾ പിടിക്കപ്പെടുക തന്നെ വേണം. ഇയാൾക്ക് അങ്ങനെയൊന്നും മൂടി വയ്ക്കാൻ പറ്റത്തില്ല. സോഴ്സ് ഇല്ലാത്ത ഇൻകം അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടെങ്കിൽ ഇത് വെളിയിൽ നിന്ന് വരുന്നതാണ്. ഈ ബിനു പാസ്റ്ററിന്റെ കൂട്ടുള്ളവരാണ് ഈ FCRA ഒക്കെ എതിർക്കുന്നത്. അതായത് അനധികൃതമായി പണം വന്നു ചേരുന്നത്. ആ പണം വന്നു ചേരുന്നതിന് തടയിടാൻ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമത്തിനെതിരെ ഇവർ പ്രവർത്തിക്കുന്നത് ആ പണം തടയപ്പെടും. അതുകൊണ്ടാണ് കൃത്യമാണ്. പിന്നെ അതുപോലെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള പല ക്രൂരകൃത്യങ്ങളും. ഇവിടെ ബോംബല്ലൂർ തന്നെ ഒരു 45 വയസ്സുള്ള ഒരാൾ ക്യാൻസർ ആയിട്ട് വന്നു. പല ചികിത്സയും നടത്തി. ക്യാൻസർ ഇപ്പൊ അയാൾ മരിച്ചുപോയി. പല ചികിത്സയും നടത്തി, ക്യാൻസർ ഭേദമായില്ല. ബിനു പാസ്റ്റർ ആളിനെ വിട്ടു വിളിപ്പിച്ചു, ഞാൻ പ്രാർത്ഥിച്ച് മാറ്റിത്തരാം. അവസാനം പ്രാർത്ഥനയൊക്കെ നടത്തി. അയാളിൽ നിന്ന് ഏറെ പണവും വാങ്ങി അയാൾ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ദുരനുഭവം ഉണ്ടായി. ഇവിടുന്ന് ഗൾഫിലൊക്കെ പോയി. അവർ പലരോടും ഈ കഥ പറഞ്ഞു. പക്ഷെ പരാതി കൊടുക്കാൻ അവർ തയ്യാറല്ല. ഇത് സത്യമായിട്ടുള്ള കഥയല്ല, സത്യമാണ്. ഇത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ ഒരു പക്കാ ക്രിമിനൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് ബിനു പാസ്റ്റർ ഇത്രയും കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷെ മുഴുവൻ കാപട്യവും വൃത്തികേടുമാണ്. തനി ഒരു ക്രിമിനൽ, ഒരു ബോൺ ക്രിമിനൽ പോലുള്ള ഒരാൾ. ഇതാണ് എനിക്ക് പറയാനുള്ളത്.